ഹായ് ഫ്രണ്ട്, കെയർ ഫുഡ് ആൻഡ് ട്രാവലിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ബിന്ദു. നിങ്ങൾക്കായി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഹോം മെയ്ഡ് ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചിക്കൻ 500 ഗ്രാം, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നോക്കി. 3 സവോള, ചെറിയ സവോള, വലുതാണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ 3 സവോള ചെറുതായിട്ട് അരിഞ്ഞു. 3 തക്കാളി, ചെറിയ തക്കാളിയാണ്, വലുതാണെങ്കിൽ 2 എണ്ണം. ഇപ്പം 3 തക്കാളി നമ്മൾ ബോയിൽ ചെയ്ത് പേസ്റ്റ് ആക്കിയതാണ്, തൊലി കളഞ്ഞിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും, അത് പേസ്റ്റ് ആക്കിയത്. 100 ഗ്രാം ബട്ടർ, 100 ഗ്രാം കാഷ്നട്ട്. കാഷ്നട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തത്. പിന്നെ മല്ലിയില ചെറുതായിട്ട് നുറുക്കിയത്, കസൂരി മേത്തി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു 3 ടീസ്പൂൺ, പച്ചമുളക് ഒരു 6 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞു. പച്ചമുളക് ആവശ്യമുള്ളവർക്ക് മാത്രം പച്ചമുളക് ഉപയോഗിക്കും. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ വേണ്ട. എരിവ് ആവശ്യത്തിനാണെങ്കിൽ പച്ചമുളക്, അതായത് കാശ്മീരി ചില്ലിക്ക് എരിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഉപ്പ്, ഓയിൽ. ആദ്യം നമുക്ക് ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. അതായത് അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി. ഇപ്പോൾ ബട്ടർ ചിക്കൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ നമ്മളിപ്പോൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചേർത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പകരം പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ സവോളയിട്ട് സവോളയുടെ പച്ച മണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞിട്ടും ബാക്കി നന്നായിട്ട് വഴകാതെ ചെയ്യും. ഇപ്പം ഈ പരുവല്ല, സവോള കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ ആവും. നന്നായിട്ട് ബ്രൗൺ ആയില്ലെങ്കിൽ, വഴണ്ടില്ലെങ്കിൽ അത് പിന്നെ ബട്ടർ ചിക്കനിൽ പച്ച സ്മെല്ലടിക്കും. സവോള മുതലിൻ്റെ മണം കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് നമ്മൾ വറുത്തെടുത്ത സവാള തണുത്തതിന് ശേഷം ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ വറുത്തെടുക്കാം. അതിനാവശ്യമുള്ള എണ്ണ ഒഴിച്ച് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വറുക്കാനുള്ള ചിക്കൻ ഇതിലോട്ട് നമുക്ക് ഈ ചിക്കൻ ഇതിലോട്ടിട്ട് വറുത്ത് കോരി വെക്കാം. നന്നായിട്ട് വറുക്കണ്ട, ചെറുതായിട്ട് നമ്മുടെ ചേർത്ത ചേരുവകൾ ഇതിൽ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമേ വറുക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് മറിച്ചിടാം. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കൊടിയിടാം. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടിരിക്കുന്നത് ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട. നമ്മളിപ്പോൾ ഇതിൽ ഈ ചിക്കനിൽ ചേർത്തിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് ഈ ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ആ ഒരു പരുവത്തിലുള്ള ഫ്രൈ മാത്രം മതി. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. ഒരുപാട് ഫ്രൈ അല്ല, ഹാഫ് ഫ്രൈ. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ ഫുള്ള് സെറ്റ് ചെയ്യാൻ പോവാൻ. അതിന് വേണ്ടിയിട്ട് പാൻ എടുത്ത് വെച്ചു. പാൻ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന 100 ഗ്രാം ബട്ടർ അതിലോട്ട് ഇടും.
അപ്പോൾ 1/2 കിലോ ബോൺലെസ് ചിക്കന് 100 ഗ്രാം ബട്ടർ പറഞ്ഞിരുന്നു. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ ഫ്ലേവർ ബട്ടറാണ്, അതുകൊണ്ടാണ് 100 ഗ്രാം ബട്ടർ ചേർത്തിട്ടുള്ളത്. 100 ഗ്രാം ബട്ടർ ചേർത്ത് ഒരാൾക്കും 2 ആൾക്കും കഴിക്കാനല്ല, 500 ഗ്രാം ബോൺലെസ് ചിക്കനാണുള്ളത്, അതുകൊണ്ടാണ് 100 ഗ്രാം ബട്ടർ ചേർത്തിട്ടുള്ളത്. ഏകദേശം 10 പേർക്ക് ഇത് കഴിക്കാം. ഓക്കെ, ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് പകുതിയാണ്, പകുതി നേരത്തെ നമ്മൾ ചിക്കനിലോട്ട് മാഗ്നേറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ബട്ടറിൽ കിടന്ന് അതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ ഒന്ന് കഴിച്ചിടും. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന 6 പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതൊരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ടൊമാറ്റോ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആ പേസ്റ്റ് ഇതിലോട്ട് ഇടും. ഈ ടൊമാറ്റോ പേസ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, തീ ഒന്ന് കുറച്ചിട്ട്. നമ്മുടെ തക്കാളിയുടെ പച്ചമണവും മാറി കിട്ടും. നമുക്കിപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ബട്ടർ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് അതാ. ഇത് നന്നായിട്ട് മൂത്തെന്നുള്ള പരുവം കിട്ടുന്നത് ഈ ബട്ടർ തെളിഞ്ഞ് മുകളിൽ വരും. ഇതൊന്ന് വിട്ട് വരെയാ ആ ഒരു പരുവമാണ്. എന്നാൽ ഒരുപാട് കരിയാനും പാടില്ല. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച് സവോള പേസ്റ്റ് ആക്കിയെടുത്തത് ഇതിൽ ചേർക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചതാണ്, അതൊന്ന് വേവാനുള്ള വെള്ളം ഈ സവോള അരച്ചത് ഒഴിക്കുമ്പോഴത്തേക്ക് അതിൽ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിൽ പിന്നെ ഇനി നമുക്ക് വെള്ളം ചേർക്കാൻ പറ്റില്ല, തണുത്തുള്ള ഒഴിച്ചാൽ പിന്നെ ഒരു വെള്ളം കൊടുക്കും. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇപ്പം ഈ മിക്സ് തിളച്ചതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ടിടാം. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് എന്ന് പറയുന്നത് നേരത്തെ എല്ലാത്തിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപ്പ്, ഗ്രേവിയിൽ ഉപ്പ് അത്രയേ ഉള്ളൂ. അതിനുശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇനി നമുക്കത് തുറന്ന് നോക്കാം. തീ ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയില, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, തീ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന കസൂരി മേത്തി 2 ടീസ്പൂൺ, കസൂരി മേത്തിയും ബട്ടറുമാണ് ഇതിൻ്റെ ഫ്ലേവർ, ബട്ടർ ചിക്കൻ്റെ ഫ്ലേവർ. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അതിനുശേഷം നേരത്തെ അരച്ച് വെച്ചേക്കുന്ന കാഷ്നട്ട് പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ചേർക്കാം.
തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ നട്ട്സ് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർക്കാം. കാരണം നട്ട്സ് പിരിഞ്ഞു പോകും ചൂടിലൊഴിക്കുമ്പോൾ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് മതിയോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം കഴിഞ്ഞ് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് പഞ്ചസാര നമുക്കതില്ല, വെറും ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്ക് മല്ലിയിലയും പുതിനയിലയും ടൊമാറ്റോയും കൂടെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ഹോം മെയ്ഡ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ഈ ഹോം മെയ്ഡ് ബട്ടർ ചിക്കൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.